കെ.പി.സി.സിയിൽ പുതിയ പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. കെ.പി.സി.സിയുടെ മീഡിയ സെല്ലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും എ.ഐ.സി.സി വക്താവായ ഷമ മുഹമ്മദിനെ ഒഴിവാക്കിയിരുന്നു. ഗ്രൂപ്പിന്റെ അഡ്മിൻമാരിൽ ഒരാളായ ദീപ്തി മേരി വർഗീസ് ആണ് ഷമയെ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്തത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഷമയെ പുറത്താക്കിയതെന്നാണ് ദീപ്തി മേരി വർഗീസ് വിശദീകരിക്കുന്നത്. എന്നാൽ ആരാണ് നിർദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടുമില്ല. മലയാള ഭാഷയിൽ ഷമയ്ക്കുള്ള പരിമിതി മൂലം പാർട്ടിക്ക് അവമതിപ്പുണ്ടായെന്നും നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് നടപടിയെന്നുമാണ് ദീപ്തി പറഞ്ഞത്. എ.ഐ.സി.സി വക്താവാണ് ഷമ മുഹമ്മദ്. അതിനാൽ തന്നെ അവർ മലയാളം ചാനൽ ചർച്ചകളിലടക്കം സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എ.ഐ.സി.സി നേതാവ് പ്രാദേശിക ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. കെ.പി.സി.സി മാധ്യമ സെല്ലിനെ അറിയാതെ മലയാള മാധ്യമങ്ങളിൽ ഷമ ചർച്ചയിൽ പങ്കെടുത്തുവെന്നും ഇതാണ് നടപടിക്ക് കാരണമെന്നും ദീപ്തി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എ.ഐ.സി.സി വക്താവായതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമങ്ങളുടെ ചർച്ചകളിൽ ഷമ പങ്കെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ദീപ്തി മേരി വർഗീസ് പ്രതികരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു ഷമയെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയത്. തന്നെ പുറത്താക്കിയതിൽ കടുത്ത അമർഷത്തിലാണ് ഷമ മുഹമ്മദ് ഇപ്പോഴുള്ളത്. എ.ഐ.സി.സി നേതാവായ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് ഷമ മുഹമ്മദ് കരുതുന്നത്. തന്നോട് പറയാതെയാണ് പുറത്താക്കിയതെന്നും ഷമ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവർ തന്റെ പരാതി കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുൻപാകെ അറിയിച്ചിട്ടുമുണ്ട്. ഇതാദ്യമായല്ല ഷമയെ മീഡിയ സെൽ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുന്നത്. 6 മാസം മുൻപും സമാനമായൊരു അനുഭവം ഉണ്ടായിരുന്നു. അന്നും എ.ഐ.സി.സി വക്താവ് ഷമ മുഹമ്മദും കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തത്. അന്നും ഷമയെ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്തിരുന്നു. പിന്നീട് കെ.പി.സി.സി അധ്യക്ഷനടക്കം ഇടപെട്ടാണ് ഷമയെ ഗ്രൂപ്പിൽ തിരികെ കയറ്റിയത്. കെ.പി.സി.സി മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയും ദീപ്തി മേരി വർഗീസിനാണ്. പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിഷയങ്ങൾ, ആരൊക്കെ ഏത് ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. അന്നും യാതൊരു കാരണവും കൂടാതെയാണ് ഷമയെ പുറത്താക്കിയിരുന്നത്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാത്തതിൽ ഷമ എതിർപ്പുന്നയിച്ചിരുന്നു. കേരളത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമം എന്ന വിമർശനമാണ് അന്നും ഇവർ ഉയർത്തിക്കാട്ടിയത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം ഷമ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. ഇതോടെ അടുത്തതായി നിയമസഭാ സീറ്റ് തരപ്പെടുത്താനായിരുന്നു ഷമയുടെ ശ്രമം. കണ്ണൂരിലെ പരിപാടികളിൽ അടക്കം സജീവമായിരുന്നു ഷമ മുഹമ്മദ്. അടുത്തിടെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പോലീസിന്റെ ജലപീരങ്കി ഉപയോഗത്തെയും നേരിട്ട ഷമ മുഹമ്മദ് പാർട്ടി പരിപാടിയിൽ സജീവമായി നിന്നിരുന്നു. എന്നാൽ മലയാളം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ ഭാഷാപരമായ പോരായ്മ പലപ്പോഴും ഷമയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മഹാരാഷ്ട്ര വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഷമ നടത്തിയ ഒരു കമന്റ്, അതുപോലെ തന്നെ ഷമയുടെ വാക്കുകളും സൈബറിടത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കൂടാതെ ഷമയുടെ സംസാരത്തെക്കുറിച്ചും ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചും കടുത്ത വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. ഇത്തരം പശ്ചാത്തലത്തിൽ അവരെ മലയാളം ചാനൽ ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനമുണ്ടോ എന്ന കാര്യത്തിൽ ദീപ്തി പറഞ്ഞതുപോലെ നേതൃത്വം എന്തെങ്കിലും തീരുമാനം കൈക്കൊണ്ടതാണോ എന്നതിൽ ഇനിയും വ്യക്തതയുണ്ടായിട്ടില്ല.